ഹലോ, വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ് ബൈ അശ്വതി. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ട തേങ്ങാക്കൊത്തും എള്ളുമൊക്കെ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. നെയ്യ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വെളിച്ചെണ്ണ ആയാലും മതി. അങ്ങനെ ഞാൻ നമ്മുടെ നെയ്യിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം രണ്ടും ഒന്ന് നന്നായി മൂപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 പാളയംതോടൻ പഴം മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്, ഒരു 2-3 ഏലക്ക ചതച്ചത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര പാനിയാക്കിയത്, പിന്നെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച തേങ്ങാക്കൊത്തും എള്ളും, പിന്നെ 1 കപ്പ് അരിപ്പൊടി. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചരി കുതിർത്തല്ല ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ പച്ചരി കുതിർത്താണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ അരിപ്പൊടി ഉപയോഗിച്ചാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടിയിലേക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പാളയംതോടൻ മിക്സിയിലിട്ട് അരച്ചെടുത്തതും പിന്നീട് 5-6 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താണ് നമ്മുടെ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഏകദേശം 250 ഗ്രാം ശർക്കരയാണ് ഉരുക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വെള്ളം പോലെ ആയി പോകരുത്, കുറച്ച് നല്ല കട്ടിയായിട്ട് ഇഡ്ഡലി ദോശയുടെ ബാറ്റർ പോലെ ആയിരിക്കണം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ വളരെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊളിക്കാനായി ഒരു 6 മണിക്കൂറത്തേക്ക് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അഥവാ അതിന് മുമ്പായി നിങ്ങൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എടുക്കുന്നതിന് തൊട്ട് മുമ്പായി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നന്നായി പുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടി അടുപ്പിലേക്ക് വെച്ച് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചാലും മതി. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയും അതിനോടൊപ്പം തന്നെ കുറച്ച് നെയ്യ് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഈ കുഴിയുടെ ഒരു 1/4 ഭാഗം വരെ നിൽക്കുന്ന രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കാവൂ. അതുപോലെ തന്നെ മാവ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ തന്നെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ അകംഭാഗം വേവാതിരിക്കുകയും പുറം ഭാഗം കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പം മൂക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇത് ഇടുന്നത്. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഈ സൈഡിലെ കുഴികളിൽ മാവ് ഒഴിച്ച ശേഷം മാത്രമേ ഇടയ്ക്കലത്തെ കുഴികളിൽ മാവ് ഒഴിക്കാവൂ. കാരണം ഇടഭാഗത്ത് ഫ്ലെയിം കൂടുതലായതിനാൽ അവിടുത്തെ ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അതേസമയം സൈഡിൽ ഭാഗത്ത് എപ്പോഴും ഫ്ലെയിം കുറവായിരിക്കും. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ദാ ഇവിടെ നല്ല ബ്രൗൺ ഷെയ്ഡിൽ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ അത് തിന്ന് തീർക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ദിവസങ്ങൾ കഴിയും തോറും നമ്മുടെ ഉണ്ണിയപ്പം ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, ഉണ്ണിയപ്പം നിങ്ങൾക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിനകത്ത് പഴം ആഡ് ചെയ്യുന്നത് ഒഴിവാക്കിയാൽ കുറച്ച് ദിവസം കൂടി അധികം വെച്ച് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണും വരെ ടാറ്റാ ബൈ ബൈ, സീ യു.